ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പൊടിയൊന്നും വാട്ടിക്കുഴയ്ക്കാതെ ചൂടുവെള്ളമൊന്നും ഉപയോഗിക്കാതെ എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷനായിട്ട് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സാമ്പാറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ തലേ ദിവസത്തെ ചോറാണ് എടുക്കുന്നത്. ഇത്രയും ചോറ് എനിക്ക് ബാക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് വെച്ചിട്ടാണ് ഞാൻ വളരെ സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് ചോറ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടരുത്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമുക്കങ്ങനെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു 3 പിടി ചോറ് ആദ്യം അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ചോറ് അരച്ചെടുക്കാം കേട്ടോ. വീണ്ടും ഒരു 3 പിടി ചോറ് കൂടി ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അതാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 7-8 സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ കൂടെ കയ്യിലൊന്നാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. വളരെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ചോറാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, കൂടുതലും ചോറാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പൊടിയും കൂടുതൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂണോളം പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ തിന്നായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നൂൽപുട്ടാണ് കേട്ടോ ഇത് വെച്ച് ചെയ്യുമ്പോൾ. ഇതുപോലെയാണ് നമ്മുടെ മാവ് ഇരിക്കുക കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചോറ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമുക്കിത് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇങ്ങനെ വെക്കാനായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലിങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ എല്ലായിടത്തും ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വളരെ സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. കയ്യിലൊന്നും ആവുകയില്ല. വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇതിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു ഇഡ്ഡലി തട്ടിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങയൊന്ന് ആദ്യം അടിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ നിങ്ങളത് എടുക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. വളരെ സ്മൂത്തായിട്ട് ഒട്ടും ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. നമ്മളിതിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അത്രയും സ്മൂത്തായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഈ മാവ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒട്ടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് തേങ്ങയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇതിൽ വെച്ചിട്ട് ഒരു
7 മിനിറ്റ്, ഒരു 6 തൊട്ട് ഒരു 7 മിനിറ്റ് മാത്രം നമുക്കത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നമ്മളിതിൽ ചോറാണല്ലോ, ഒരു 1/4 ഭാഗവും നമ്മൾ ചോറാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് കുറച്ചധികം വെള്ളം നമ്മളിതിലേക്ക് ഒഴിക്കണം. ഒരു 4-5 വിസിൽ വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം, നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് കടുക് പൊട്ടിക്കുക, 1/2 ടീസ്പൂണ് ഉലുവ കൂടി നമുക്കിതിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് 1 സവോള നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 4 ഉണക്കമുളക് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഈ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ സവോള തന്നെ കുറച്ച് വലിയ പീസാക്കിയിട്ട് സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായം കൂടി നമുക്ക് ചേർക്കാം. ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയിലും കായം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി കൂടി ചേർക്കാം കേട്ടോ. ഈ സാമ്പാർ പൊടി ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കി എടുത്തിരിക്കുന്ന സാമ്പാർ പൊടിയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുരിങ്ങക്കായ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇനി ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ആ തക്കാളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം നമ്മുടെ സാമ്പാറിൻ്റെ ആ രീതിയിൽ നമുക്ക് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള പുളി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നല്ലപോലെ തിളപ്പിച്ച് ഇതിലുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം കേട്ടോ. കഷ്ണങ്ങളെന്ന് പറയാൻ അധികമൊന്നുമില്ല, നമ്മുടെ ഈ മുരിങ്ങക്കായും അതുപോലെ തന്നെ കിഴങ്ങും മാത്രമാണ് വേവാനായിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ചെറിയ പീസ് ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല, അതുകൊണ്ട് അതേ ടേസ്റ്റിലുള്ള ഒരു ഇലയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേര് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോവേ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇരിക്കേണ്ടത്. കുറച്ചൊന്ന് കുറുകിയ രീതിയിലാണ് കിട്ടേണ്ടത്. ഒരു പ്രത്യേക ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാലാണ് അതറിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് എന്താ പറയുക, ശർക്കര കൂടി ചേർത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളക് അതിലൊന്ന് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ
കണ്ടില്ലേ, നമ്മുടെ നൂൽപുട്ടും വളരെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ചോറൊക്കെ ബാക്കിയായാൽ അതൊന്നും കളയണ്ട. ഇതുപോലെയൊക്കെ നമുക്ക് നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെയുള്ള വീഡിയോകളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നൂൽപുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു. ബൈ.